ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ഒരു സാധ്യമായിട്ടാണ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. അപ്പോൾ അതേ ഞാൻ ഇന്നൊരു മുട്ട കൊണ്ട് ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കാനാണ് വന്നേക്കുന്നത്. ഇടിമുട്ട എന്നാണ് കേട്ടോ പേര്. ഇതെങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് മുട്ടയുടെ ഉണ്ണി പൊട്ടാത്ത രീതിയിൽ നമുക്ക് ഇഡ്ഡലി ചെമ്പിലിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് ഒന്ന് മൂടിയേക്കാം കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളൊരു 6 മുട്ടയാണ് ഉണ്ടാക്കി പോണേ. അപ്പോൾ അതേ അതിനുള്ള മസാല നമുക്കിനി അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതേ അതിന് മുന്നേ നമുക്ക് അതിനുള്ള മസാല സെറ്റാക്കാം. അപ്പോൾ ആദ്യം തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. കുരുമുളക് ഇട്ടിട്ടുണ്ട്, സാധാ മുളക് കൂടി ഇട്ടിട്ടില്ല, പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇതേ പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വിനാഗിരി ഒഴിച്ച് കൊടുത്ത് നല്ലൊന്ന് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി അല്ല കേട്ടോ, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം. നമുക്ക് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മുട്ട കണ്ടില്ലേ, മുട്ട നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്ന് തണുത്തിട്ട് സ്പൂൺ കൊണ്ട് എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഈ മുട്ടയും മസാലയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മുട്ട മസാല ആയിട്ടുണ്ടെങ്കിൽ അടുത്ത നമുക്ക് പാത്രം വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മീൻ വറുത്തെടുക്കുന്ന പോലെയൊക്കെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. പൊള്ളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോറിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ, വെറുതെ ചായക്ക് പലഹാരമായിട്ട് കഴിക്കാം, എന്ത് വേണമെന്ന് വെച്ചാൽ നമുക്കായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചെറിയരും പുളിയും ഒക്കെ വന്നിട്ട് മുട്ടയുടെ ടേസ്റ്റൊക്കെ വന്നിട്ട് പൊള്ളി സാധനമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ വേവിച്ചില്ല അങ്ങനെ തിന്നാം, അങ്ങനെയും ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനെങ്ങനെ ഇടിമുട്ട എന്ന് പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് 2 സൈഡ് മറച്ചിട്ടിട്ട് ഇതാക്കിയെടുക്കാം. അപ്പുറത്തിട്ട് മറച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. വേവാനൊന്നുമില്ല, ഒന്ന് ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ അതേ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാധനം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മമ്മൂന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതാണ്, കാണാനും ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. കണ്ടില്ല, അടിപൊളി ടേസ്റ്റാണ്. മമ്മ ഫോണിൽ കളിച്ചിരിക്കുന്ന ഇടയിലാണ് കേട്ടോ കൊണ്ടു കൊടുത്തത്. മമ്മൂന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഫോണൊക്കെ മാറ്റി വെച്ചിരുന്ന് കഴിക്കണ്ടേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു വട്ടെങ്കിലും നമ്മൾ ഇടിമുട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, മമ്മൂൻ്റെ റിയാക്ഷൻ കണ്ടതിൻ്റെ അറിയാലോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ടാവും. നല്ല ഒരു ചെറിയ പുളിയും പിന്നെ മുട്ടയുടെ ടേസ്റ്റും എരും ഒക്കെ വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് എണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.